ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് മാരുതിയുടെ ഫ്രോങ്സ് ബേസ് മോഡലാണ്. സിഗ്മ വേരിയൻ്റ് ആണ്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മുകളിൽ ഒരു ഡി ആറിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വെച്ചു. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനും അതിൽ തന്നെ കിട്ടും. അതുകൂടാണ്ട് ട്രയോ ഹെഡ്ലൈറ്റ്, ബേസ് മോഡലിൽ സാധാ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതിൽ ട്രയോ മോഡൽ ഹെഡ്ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തു, ടോപ്പ് എൻഡിൽ വരുന്ന മോഡൽ. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് മിററുകൾ നമ്മൾ മാറ്റിയിട്ട് ഫോൾഡിങ് ടൈപ്പും അതുപോലെ അഡ്ജസ്റ്റബിളും ചെയ്യാവുന്ന ടൈപ്പ് മിറർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ റൂഫ് ബ്ലാക്ക് ചെയ്തു, ഹാൻഡിൽസ് ബ്ലാക്ക് കൊടുത്തു. 7 ഇഞ്ച് ഡെൽറ്റ പ്ലസിൻ്റെ പാനൽ വാങ്ങിയ ശേഷം അതിൽ ഇത് ഫിറ്റ് ചെയ്തു. പ്രോപ്പറായിട്ട് നമുക്ക് അതിന് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് ഫിറ്റ് ചെയ്ത ശേഷം ഇതിനകത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. വേറെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഹാർനസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിന് കറക്റ്റ് മൈക്ക്, അതുപോലെ USB സ്ലോട്ട്, GPS, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതാണ് GPS വരുന്നത്. ആ ഒറിജിനൽ GPS തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്ട് USB പോർട്ട്, ഒറിജിനൽ USB പോർട്ട് തന്നെ ഫിറ്റ് ചെയ്തു. പിന്നെ റിവേഴ്സിൻ്റെ സ്ലോട്ട്, റിവേഴ്സിൻ്റെ കപ്ലർ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് റിവേഴ്സിൻ്റെ കപ്ലർ തന്നെ. ഇതിൽ വരുമ്പോൾ ഇതിൻ്റെ ഈ പിന്നിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ റിവേഴ്സിൻ്റെ സ്ക്രീൻ ചേഞ്ച് ചെയ്യും. ഇത് നമുക്കിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നുള്ളത് കാണാം. വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഡയറക്റ്റ് കപ്ലർ ടു കപ്ലറാണ്, വേറെ വയർ കട്ടിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എങ്ങനെയാണോ ഇതിൻ്റെ ടോപ്പിൻ്റെ വണ്ടിയിൽ വരുന്നത്, ഇതിൻ്റെ ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ GPS കണക്ട് ചെയ്തു, USB കപ്ലർ കുത്തി. എടാ ഒന്ന് പോസ് ചെയ്തേ. ഇതിൽ F1 കൊടുത്തു. അതുകൂടാണ്ട് റിവേഴ്സ് ക്യാമറ കൊടുക്കാൻ സാധിക്കും. പിന്നെ റിവേഴ്സ് ക്യാമറയുടെ ഇൻപുട്ട് അതിന് കറക്റ്റ് ഡെൽറ്റ പ്ലസിൽ വരുന്ന മോഡൽ. ഇത് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ടൊയോട്ടയുടെ ഹൈറൈഡറിലൊരു വരുന്ന ക്ലാരിയോൺ ബ്രാൻഡിൻ്റെ സ്റ്റീരിയോ ആണ്. അത് നമ്മൾ ഈ ബേസ് മോഡലിൽ വളരെ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. കാരണം ഇതിൽ വയർലെസ് കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം നല്ല പക്ക ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഇവിടെ മിറർ ഫോൾഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിററിൻ്റെ സ്വിച്ച്, അത് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബും ഇവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ കമ്പനി ഒറിജിനൽ ആംറസ്റ്റ്, മാരുതിയുടെ ഒറിജിനൽ ആംറസ്റ്റും ഇവിടെ വച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ കണക്റ്റിംഗ് ഇതിൻ്റെ കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ തെളിയുന്നതിൻ്റെ കാണിച്ചു തരാം. കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തു. റിവേഴ്സ് ക്യാമറ നമ്മൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിഫ്ലക്ടർ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഷാർക്കാനെ മാറ്റിയിട്ട് സിമ്പിളായിട്ടുള്ള ഷാർക്കാനെ വെച്ചു. നിങ്ങൾക്ക് ഈ രീതിയിൽ ഫ്രോങ്സ് എടുത്തിട്ട്, ബേസ് മോഡൽ ഫ്രോങ്സ് എടുത്തിട്ട് ഒന്നുകിലും നമുക്ക് അതിൻ്റെ അകത്ത് കമ്പനിയുടെ ഒറിജിനൽ സ്റ്റീരിയോ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നമ്പറും കൊടുക്കുന്നുണ്ട്. വളരെ നിസ്സാര റേറ്റിൽ ബേസ് മോഡൽ ഫ്രോങ്സ് എടുക്കുന്ന വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ആൻഡ്രോയിഡ് സിസ്റ്റം ആയിക്കോട്ടെ ആ രീതിയിൽ നമുക്ക് വെച്ചിട്ട് ചെയ്യാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള റേറ്റുകൾ നമ്മൾ തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.